ജാർഖണ്ഡിൽ 13 വയസ്സുകാരിയെ ബലി നൽകി. ഇളയ മകന്റെ അസുഖം ഭേദമാകാൻ വേണ്ടിയാണ് പെൺകുട്ടിയെ ബലി നൽകിയത് എന്നമ്മ. പെൺകുട്ടിയുടെ അമ്മയും മന്ത്രവാദിനിയും ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ് പറയാൻ തൽക്കാലം നിർവാഹമില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഈ പ്രാകൃതമായ കൃത്യങ്ങൾ നടക്കുന്നു എന്ന് അറിയുന്നതും അത് പങ്കുവയ്ക്കേണ്ടി വരുന്നതുമായ ഗതികേടിലാണ് ഞാനും വിഷ്ണുവും അടക്കമുള്ളവർ, അല്ലേ? തീർച്ചയായും മോത്തി, അതായത് ജാർഖണ്ഡിൽ ഈ കഴിഞ്ഞ മാസം 24-ന് നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ അതിനൊരു വ്യക്തമായ രൂപം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു പെൺകുട്ടി കഴുത്തറക്കപ്പെട്ട് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എന്നിടത്തുനിന്ന് ആരംഭിച്ച അന്വേഷണമാണ് അതൊരു നരബലിയായിരുന്നു എന്നതിലേക്ക് ഉൾപ്പെടെ പോലീസിനെ കൊണ്ടെത്തിച്ചത്. ഹസാരിബാഗിലായിരുന്നു ഈ സംഭവം. ജാർഖണ്ഡിന്റെ ഗ്രാമീണ മേഖലകളിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നടന്നു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിന്റെ സംഭവം അല്ലെങ്കിൽ ഇതിന് പിന്നിലെ വസ്തുത പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇളയ മകന്റെ രോഗമുക്തിക്ക് വേണ്ടിയാണ് അമ്മ സ്വന്തം മകളെ 13 വയസ്സുള്ള പെൺകുട്ടിയെ ബലി നൽകിയത് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ നരബലിക്ക് പിന്നാലെ ഇപ്പോൾ 3 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ അമ്മയായിട്ടുള്ള രശ്മി ദേവി 35 വയസ്സ്, അതോടൊപ്പം തന്നെ ഈ മന്ത്രവാദത്തിന് നേതൃത്വം നൽകിയ ശാന്തി ദേവി 55 വയസ്സ്, ഇവരുടെ സഹായി ഭീംറാം 40 വയസ്സ് എന്നിങ്ങനെ 3 പേരെയാണ് ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് ശേഷവും ഇതൊരു കൊലപാതകത്തിലേക്ക് അമ്മ തന്നെ ആയിരിക്കുമെന്ന് സംബന്ധിച്ചുള്ള യാതൊരു തെളിവും പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മേഖലയിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ അത്തരത്തിൽ ആ തലത്തിലേക്ക് അന്വേഷണം വ്യാപിച്ചപ്പോഴാണ് ഇതൊരു നരബലിയാണ് എന്ന് പോലീസിന് മനസ്സിലായിട്ടുള്ളത്. ശരി വിഷ്ണു, വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു പ്രസാദാണ്. നെഞ്ചെങ്ങനെ കലങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നെഞ്ച് പിടയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ. ഒരു പെൺകുഞ്ഞിനെ ബലി നൽകി ഇളയ മകൻ്റെ അസുഖം ഭേദമാക്കാൻ ശ്രമിക്കുന്ന ആ മാനസികാവസ്ഥ, ഇതിനെ എന്താണ് നമ്മൾ വിളിക്കുക? ഒരു നായ പോലും അതിൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി തീവ്ര ശ്രമം നടത്തുന്നത് ചില ദൃശ്യങ്ങളിലെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലേ, നേരിട്ട് കണ്ടിട്ടില്ലേ? യാതൊരു വിദ്യാഭ്യാസമോ വിവരമോ ഇല്ല എന്ന് നമ്മൾ പറയുന്ന ചിലരിൽ നിന്നാണത് എന്ന് ആലോചിക്കണം. പ്രകൃതിദത്തമായ ഒരു അമ്മയ്ക്ക് കിട്ടുന്ന ശേഷിയാണ് സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നത്. ഉറക്കത്തിൽ പോലും ഉണർന്നിരിക്കും ഒരമ്മ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുന്നോ എന്നറിയാൻ. അറിയാതെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നമ്മുടെ കയ്യോ ശരീരമോ നീണ്ടുപോകും. ആ കുഞ്ഞ് കട്ടിൽ നിന്നും താഴെ വീഴുന്നുണ്ടോ എന്നറിയാൻ ഏതുറക്കത്തിലും ഏതൊരമ്മയ്ക്കും അത് സാധ്യമാണ് എന്നിരിക്കെ പ്രകൃതി നൽകിയിട്ടുള്ളൊരു കഴിവാണ് അതെന്നിരിക്കെയാണ് സ്വന്തം കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ കൂട്ടുനിന്നത് എന്ന് നമ്മൾ ഓർക്കണം.